നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് മുഖം ഒന്നും വെളുക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് തിളങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു പാക്കാണ്. ഇതിൽ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്ന പഴമാണ്. പഴം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഞാനത് മുമ്പ് തന്നെ പറയാം, നമുക്ക് പഴം ആവശ്യമാണ് കേട്ടോ. പഴമാണ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരാൻ ഇതിൽ സഹായിക്കണത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഒന്നോ രണ്ടോ ഐറ്റംസ് കൊണ്ട് പറ്റണതല്ല, ഇതിൽ കുറച്ച് അധികം ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ അനുസരിച്ച് റിസൾട്ടും ഉണ്ട് നമുക്കിതിൽ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയ എന്താ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ നോക്കിയിട്ട് വന്നാലും അതിന് മുന്നോട്ടിട്ട് ചാനൽ ആദ്യമായിട്ട് ഇറങ്ങും കണ്ട് എൻ്റെ പേര് ദീപ എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടത് തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും, ഒന്ന് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി നോക്കിയിട്ട് വരാം. ഇന്ന് ആദ്യം ആവശ്യം പഴമാണ്. നല്ലോണം പഴുത്ത പഴം എടുക്കുക. ഇത്രയൊന്നും ആവശ്യമില്ല കേട്ടോ, ഒരു പഴത്തിൻ്റെ പകുതി വേണ്ടുള്ളൂ. നമുക്ക് നല്ലപോലെ സ്കിൻ നല്ലപോലെ തിളങ്ങാൻ പഴം നല്ലപോലെ സഹായിക്കും, നല്ലപോലെ വെളുക്കും കേട്ടോ. വെറുതെ പഴം വെച്ചൊരു മസാജ് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇതിപ്പോൾ നമ്മളൊരു പാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പഴത്തിൻ്റെ പകുതി എടുക്കുക. ഞാനിപ്പോൾ പഴത്തിൻ്റെ പകുതി എടുത്തു. നമുക്ക് നല്ലോണം പഴുത്ത പഴം നമുക്കിപ്പോൾ ഇതൊന്ന് കൈ വെച്ച് തന്നെ നല്ലപോലെ ഉടച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് പഴമാണ് വെച്ചാൽ അതെടുക്കുക. ഇപ്പോൾ ഞാൻ നല്ലപോലെ ഉടച്ചു കൊടുത്തു. ചെറുപഴമോ ഏത് പഴമാണെങ്കിലും, ഇത് റോബസ്റ്റയാണ്, നിങ്ങളുടെ കയ്യിൽ ഏതാ വെച്ചെടുത്തോട്ടോ. നല്ലോണം കളറ് മാറിയത്, അത് നല്ലോണം പഴുത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ ഉടച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു സ്പൂൺ നമ്മുടെ ഇതിൽ കുറേ ഐറ്റംസ് ചേർന്നതാണ്. ഉഴുന്നുണ്ട്, പയറുണ്ട്, പരിപ്പുണ്ട്, കടലയുണ്ട്, റാഗിയുണ്ട്. ഇത്രയും ചേർന്ന ഒരു പൊടിയാണിത്. ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയും പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഇത്രയും ചേർത്തിട്ട് പിന്നെ നമുക്ക് തൈരാണ് ആവശ്യം. തൈര് നമുക്ക് ഇതിലേക്ക് ആവശ്യാനുസരണം മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. പഴം ആയതുകൊണ്ട് തന്നെ കുറച്ച് ഒഴിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഞങ്ങൾ തൈര് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പൂൺ മാത്രമേ തൈര് ഒഴിച്ചുള്ളൂ. അല്ലാതെ തന്നെ പഴത്തിൽ ഇത് മിക്സായി മുഖം നല്ല ഗ്ലോയോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും നല്ലപോലെ. കാരണം ഇതിൽ ഉഴുന്ന്, പരിപ്പ്, കടല, റാഗി എല്ലാം ഉള്ള മിക്സാണ് കേട്ടോ. പിന്നെ നമ്മുടെ പഴവും കൂടി ആയപ്പോൾ നല്ല അടിപൊളിയാണേ. ഇത്രയും ഐറ്റംസ് ചേർന്ന് നിങ്ങൾ പൊടിച്ച് വെക്കുകയാണെന്ന് വെച്ചാൽ ഡെയിലി നിങ്ങൾക്ക് ഇത് പാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഞാനിത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടുല്ലോ, നമുക്ക് നമ്മുടെ പയറ്, ഉഴുന്ന്, പരിപ്പ്, കടല, റാഗി ഈ വക ഐറ്റംസ് എല്ലാം ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഡെയിലി ഒരു ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാനും, അലച്ച് നിങ്ങൾക്ക് അതിൽ കൂടെ കുറച്ച് മുൾത്താനും മിട്ടിയും കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് ഫേസ് വാഷായിട്ട് ഉപയോഗിക്കാനും ഏറ്റവും നല്ലതാണ്. നല്ല അടിപൊളി റിസൾട്ടായിട്ടോ തരണത്. അപ്പോൾ നമുക്കിത് പറഞ്ഞ് കുറേ നീട്ടിയിട്ട് കാര്യമില്ല. നമുക്കിതൊന്ന് നമ്മുടെ മുഖത്തിട്ട് കൊടുക്കുക. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതുകൊണ്ട് കുറച്ച് തരിയോട് കൂടിയാണ് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ലപോലെ നല്ല നൈസായി പൊടിക്കാൻ പറ്റുകയാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു സ്ക്രബ് പോലെ നമുക്ക് ഒരു മസാജ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 2-3 മിനിറ്റിൻ്റെ ഒരു മസാജ് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇത് പാക്ക് ഇത്തിരി കട്ടിക്കിട്ട് കൊടുക്കാം. നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം റിസൾട്ട് കാണാം. ഇപ്പം മുഖത്തിട്ടിട്ട് 20 മിനിറ്റ് കഴിഞ്ഞു. നല്ലപോലെ ഡ്രൈ ആയതുകൊണ്ട് ഇത് കഴുകിയിട്ട് ഞാൻ ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഫേസ് കഴുകിയിട്ട് വന്നു. നല്ല കളറാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ പൊടി പൊടിച്ച് വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക്
ദിവസവും നിങ്ങൾ ഉപയോഗിക്കണവരാണെന്ന് വെച്ചാൽ പഴത്തിൻ്റെ ആവശ്യമില്ല. തൈരിൽ മിക്സ് ചെയ്തിട്ടോ പാലിൽ മിക്സ് ചെയ്തിട്ടോ നിങ്ങൾക്ക് തേക്കാം. അല്ല നിങ്ങൾ ആഴ്ചയിൽ 2 വട്ടം വെച്ചിട്ട് ഉപയോഗിക്കാനോ തീരുമാനിച്ചെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ മുഖം നല്ലപോലെ വെളുക്കും. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെ കിട്ടിയെന്ന് അറിയിക്കണം കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.